ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ സ്വാതന്ത്ര്യദിന ആശംസകൾ. നമ്മുടെ 79ാമത് സ്വാതന്ത്ര്യദിനമാണ് ഇന്ന്. എന്തായാലും എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് ബബിയുടെ അംഗൻവാടിയിൽ രാവിലെ 8:30-ക്കായിരുന്നു പതാക ഉയർത്തലുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ പോണേണ്ടായി കാണുന്നത്. ബബിനെ ഞാൻ എത്ര മണിക്ക് എണീപ്പിച്ചെന്നറിയോ? ഞാൻ തലേദിവസം തന്നെ ആലോചിച്ചിട്ടാണ് കിടന്നത് എത്ര മണിക്ക് ഇവരെ എണീപ്പിക്കണം. കാരണം 9 മണിക്കാണ് ഇവൻ സാധാരണ എണീക്കണത്. പക്ഷേ 8:30-ക്ക് അംഗൻവാടി ചെല്ലണമെങ്കിൽ ഇങ്ങേരൊരു 7:30-ക്കെങ്കിലും അറ്റ്ലീസ്റ്റ് എണീപ്പിക്കണം. അങ്ങനെ ഒരു കണക്കിന് കുത്തിപ്പൊക്കി എണീപ്പിച്ച് റെഡിയാക്കി ഞാൻ കൊണ്ടുപോയിട്ടാ. കാരണം ഇവനിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ പതാക ഉയർത്തലൊന്നും ബബി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിറ്റ് പോലും ലേറ്റ് ആവരുത്, ഓൺ ടൈമിൽ എത്തണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 7:30-ക്ക് തന്നെ എണീപ്പിച്ച് ഒരു കണക്കിന് പല്ലൊക്കെ തേപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. അത്രയും നേരത്തെ കുളിപ്പിക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ 8:30-ക്ക് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായി. അപ്പോൾ അംഗൻവാടിയിൽ നമ്മുടെ വാർഡ് മെമ്പറാണ് പതാക ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കുരുന്ന് മക്കളും അവിടെ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേശീയ ഗാനമൊക്കെ പാടിയിട്ട് കൊടി ഉയർത്തിയിട്ടുണ്ടായിരുന്നത് വാർഡ് മെമ്പറാണ് കേട്ടോ. അങ്ങനെ അത് കൊടി ഉയർത്തിയതിന് ശേഷം പിള്ളേരെല്ലാവരും അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന പൂക്കളൊക്കെ കൊടിമരച്ചോട്ടിൽ ഇടുന്ന ഒരു കുറച്ച് ഭാഗമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ബബി അതൊക്കെ കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടേക്കിനൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് പായസം ഉണ്ടായിരുന്നു. എൻ്റെയൊക്കെ കുഞ്ഞിലെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കൊടി ഉയർത്തി കഴിയുമ്പോഴത്തേക്ക് മുട്ടായിയൊക്കെ കിട്ടിയതാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇപ്പോൾ അത് പായസത്തിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.